ഒരാൾ 10,000 രൂപ ലോൺ എടുത്തതിൻ്റെ പേരിൽ മരിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കുമായിരിക്കും, ഓക്കെ. പക്ഷെ 10,000 രൂപയൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് ഇതാക്കാവുന്നേ ഉള്ളൂ. അതും ചെറിയൊരു കുട്ടി ലോൺ എടുക്കണമെങ്കിൽ എത്ര ഒരു വീട്ടിന് വേണ്ടിയിട്ട്. അപ്പം അവൻ എത്ര വീട്ടുകാരെയൊക്കെ സ്നേഹിച്ചിരിക്കണം. അവൻ എങ്ങനെയും അടയ്ക്കാം എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ടല്ലേ എടുത്തത്. അപ്പോൾ ആ പേരും പറഞ്ഞ കുട്ടി മരിക്കാൻ എന്തായാലും ചാൻസ് ഇല്ല. പിന്നെ കുട്ടികൾ അത്രയും ബോൾഡാണ് ഇപ്പോഴത്തെ കുട്ടികളല്ല. മരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് ആ ഒരു പേരും പറഞ്ഞിട്ട്. പിന്നെ മെൻ്റലി ടോർച്ചർ ചെയ്താൽ, അത് ആരെയായാലും ശരി, മെൻ്റലി ടോർച്ചർ ചെയ്താൽ, ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം. അവിടെയും അതായിരിക്കണം സംഭവിച്ചത്. ആ കുട്ടീനെ മെൻ്റലി ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തു, ടോർച്ചർ ചെയ്തു. ലോൺ ആപ്പുകാരുടെ പേരിലും തെറ്റുണ്ട്. മീൻസ് അവർ കുട്ടി പഠിക്കുന്ന സ്കൂളിലേക്കൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഹറാസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാഫ് റൂമിൽ പെട്ടാലുള്ള അവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും സ്കൂളിൽ പഠിച്ച ആൾക്കാരായിരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ നിറത്തെ ചൊല്ലി പറയുന്നു. നമ്മുടെ ഈ ലോകത്ത് ഒരേ ഒരു നിറമേ ഉള്ളൂ, വെളുത്തവർ. അയാളെയൊക്കെ ഞാൻ കണ്ടു. അയാളെയൊക്കെ എങ്ങനെയൊക്കെയുള്ളവർ, എങ്ങനെ ഈ ഭൂമിയിലൊക്കെ ജാതി എന്നുള്ള സംഭവമൊക്കെ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും അതൊക്കെ നിർത്തലാക്കണം. നമ്മുടെയൊക്കെ തലയിൽ തന്നെ വിഷമുണ്ടെന്ന് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ആരെയും വേദനിപ്പിക്കാണ്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ അമ്മൻ്റെ വയറ്റിൽ കൂടെ തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് വേറെ വെളുത്തവർ വേറെ സ്ഥാനങ്ങളിലൂടെയൊന്നും അല്ല വരുന്നത്, അവിടെ കൂടെ തന്നെയാണ് വരുന്നത്. പോകുന്നതും ഒന്നീ മണ്ണിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ഭസ്മമായിട്ട് വെള്ളത്തിലോട്ട് അങ്ങ് ഒഴുക്കി വിടും. ഇത് രണ്ടും തന്നെയാണ് ചെയ്ത് വിടുന്നത്. അല്ലാണ്ട് ഇവർക്ക് വേറെ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഈ ലോൺ എടുത്ത് ഹറാസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലോൺ ആ കുട്ടി എന്തായാലും തരാണ്ടെന്ന് ഇരിക്കില്ല. അവൻ അത്രയും തൻ്റെടത്തോടു കൂടി അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നു തന്നെ ഇരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മാറ്റി നിർത്തുന്ന എന്തിനാണ് അവരെ, ഈ ടീച്ചേഴ്സിനെയൊക്കെ? സാറും അയാളും ഈ കുട്ടികളെല്ലാം ഒന്നിച്ച് പറയുന്നു അതിനെ ഹറാസ് ചെയ്തു, അതിനെ വല്ലാണ്ട് പറഞ്ഞു കരഞ്ഞു പറഞ്ഞ കുട്ടികളെ ഇപ്പോൾ ഒന്ന് മാറ്റി പറയുന്നു. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് അതിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. എന്നാലും മരിച്ചു കഴിഞ്ഞിട്ടും അതിനെ നീതി കിട്ടാണ്ട് പോയല്ലോ എന്നാണ്. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇതിപ്പോൾ ആർക്ക് പോയി? അവന് പോയി അല്ലേ? അവൻ നാടിൻ്റെ അത്രയും തൻ്റെ ഇടത്തോടു കൂടി നിന്ന കുട്ടിയാണ്. നിങ്ങളൊന്നും പേടിച്ച് തളർന്ന് മുന്നോട്ട് പോകരുത്, ബാക്കിലേക്ക് പോകരുത്. മുന്നോട്ട് തന്നെ കയറി വരണം. ഈ ഭൂമിയിൽ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. വീട്ടുകാർ, നാട്ടുകാർ എന്നുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് വരാം. മുന്നേറി തന്നെ പോകണം. നമ്മളൊറ്റയ്ക്കല്ലേ വന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് വെച്ച് തന്നെ പോകാൻ നോക്ക്. കുട്ടികൾക്ക് മരിച്ചു പോകാൻ എളുപ്പമായിരിക്കാം, പക്ഷേങ്കിൽ നിങ്ങളെ ഓർത്ത് ഇനി മരിക്കുന്നത് വരെയും കരയുന്ന പാരൻസ് ആയിരിക്കാം. ഒരു വലിയൊരാളാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കമൻ്റ് അവിടെ പറയില്ലായിരുന്നു. പാരൻ്റ് എന്ന നിലയ്ക്ക് ആ പാരൻസ് ഒരു എന്ത് കരച്ചിലായിരിക്കും. ലൈഫ് മൊത്തം അവർ മരിച്ച് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും ആ പാരൻസിന്. നിങ്ങൾ കുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യരുത്. സാറ് 10,000 രൂപയല്ലേ? അത് നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും പണിയെടുത്താൽ എന്തെല്ലാം പണികളുണ്ട്, പണികളെടുത്ത് അത് വീട്ടാവുന്നേ ഉള്ളൂ. അപ്പം
ജോലി ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട. നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു ലോൺ എടുത്ത് പരമാവധി എടുക്കാണ്ടിരിക്കുക. എല്ലാ ആവശ്യത്തിനും ഇനി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി ചെയ്ത് അതൊക്കെ അടച്ചു തീർക്കുക. ഇതുപോലെയൊക്കെ പറയുന്ന ടീച്ചേഴ്സിന് ആരും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനെയൊക്കെ പുറത്ത് തന്നെ കൊണ്ടുവരണം. ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്ത് തന്നെ കൊണ്ടുവരണം.